ചിങ്കാൻമിയുടെ ഇന്നത്തെ വീഡിയോയിലേ നല്ലൊരു ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പല്ല, ഇന്ന് ചക്ക വെച്ചിട്ടാണ് ഈ ഉണ്ണിയപ്പം തയ്യാറാക്കി എടുത്തുള്ളത്. അപ്പൊ നോക്കിയേ, നല്ല ഉണ്ണി പോലത്തെ ഉണ്ണിയപ്പാണേ. നമ്മൾ പറയില്ലേ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്നു, അതേപോലെയാണ്. ഒരെണ്ണം തിന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു 5 എണ്ണം തിന്നിട്ടാട്ടോ നിർത്തുള്ളൂ. അപ്പൊ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി നമുക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പൊ ദേ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ടുണ്ടല്ലോ, നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രം ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. എന്നിട്ടുണ്ടല്ലോ ഒരു 4 അച്ച് ശർക്കര ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഈ ശർക്കര ഇട്ടതിന് ശേഷം ഇതിനെ നമുക്ക് നല്ല പോലെ ഒന്ന് മെൽറ്റ് ആക്കി എടുക്കണം. അപ്പോൾ നമ്മൾ 1 കപ്പ് വെള്ളം എന്ന് പറയുന്നത് 250 ml കപ്പിൽ 1 കപ്പ് വെള്ളമാണ്. ഇനി ഇത് നല്ല പോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാട്ടെ. ഇനി നമ്മളെ ഒരു 9ഓളം ചക്കച്ചോളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന്റെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ പീസും അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഇതിലേക്ക് കുറച്ച് ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ ഒരു 4 ഏലക്കായാണ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ആ ഏലക്കായും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ചെറു ചൂടോട് കൂടിയിട്ട് വേണം ഈ ഒരു ശർക്കര പാനി ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ 1 കപ്പോളം ശർക്കര പാനി തയ്യാറാക്കിയിട്ടുള്ളത് അതിൽ നിന്ന് ഫുള്ളായിട്ട് എടുക്കണ്ട, കുറച്ചെടുത്തിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമുക്കിതിനെ നന്നായിട്ട് ഇതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കട്ടെ. ഇനി ഒരു ബൗളിലേക്ക് ഉണ്ടല്ലോ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് 1/2 കപ്പോളം മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് റവയാണ് കേട്ടോ. ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യെല്ലോ കളർ റവ കിട്ടും, അതായത് ജോവർ റവ എന്നാണ് അതിൻ്റെ പേര് തന്നെ. ഇത്തിരി നമ്മുടെ സാധാരണ റവയേക്കാളും കുറച്ചും കൂടി തരിക്ക് കട്ടി കൂടുതലായിരിക്കും. ആ ഒരു റവ ചേർത്ത് കൊടുക്കാം. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ റവ ചേർത്ത് കൊടുത്താലും മതിയേ. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിത് മിക്സ് ചെയ്തതിലേക്ക് ഉണ്ടല്ലോ നമ്മൾ ബാക്കിയുള്ള ശർക്കര പാനിയും കൂടി ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കട്ടകളൊന്നും ഉടക്കി അങ്ങനെയൊന്നും വേണ്ട, ഇത് ജസ്റ്റ് ഒന്ന് ആ ശർക്കര പാനിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അതിന് ശേഷം ഉണ്ടല്ലോ ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഇതിൻ്റെ എന്താ പറയുക ചക്കര മിക്സ്ചർ ഉണ്ടല്ലോ, അതിലേക്ക് ഈ റവയും എല്ലാ പൊടികളും കൂടിയിട്ടുള്ള മിക്സ് ഒന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ അതൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ 250 ml കപ്പിൽ 1 കപ്പോളം വെള്ളം വീണ്ടും ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തോ. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിനൊന്ന് അരച്ചെടുക്കാം. ഇനി എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ഇതേപോലെ നല്ല ഫൈനായിട്ടൊന്ന് അരച്ച് ഇതിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മൾ ഇഡലി ബാറ്ററൊക്കെ തയ്യാറാക്കില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഈ ഒരു അരപ്പ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിനെ ഉണ്ടല്ലോ നമുക്കൊരു 6 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അവിടെ നിന്നിട്ട് റെഡി ആവും. ഇനി 6 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂണോളം നെയ്യൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, അധികമൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കണ്ടേ. എന്നിട്ട് ഇതിലേക്ക് ഉണ്ടല്ലോ കുറച്ച് നാളികേരക്കൊത്തില്ലേ, അതൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊന്നും ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഒന്ന് മൊരിച്ചെടുക്കാം. അതൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ഈ ബാറ്ററിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഉണ്ടല്ലോ കുറച്ച് എള്ളും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 1/2 ടീസ്പൂണോളമൊക്കെ ചേർത്ത് കൊടുത്തോ. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒരു തവി വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു എന്താ പറയുക നാളികേരക്കൊത്ത് എള്ളൊക്കെ എല്ലായിടത്തേക്കും പിടിക്കത്തക്ക രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ അതൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കുണ്ടല്ലോ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഓയിൽ ഫുള്ളായിട്ടൊന്നും ഒഴിച്ചു കൊടുക്കരുത്, കാരണം നമ്മൾ മാവ് ഇതിലേക്ക് ഇടുമ്പോൾ അത് ഇതായി മാറും, അതായത് പുറത്തേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഓയിൽ മാത്രം ഇതിലേക്ക് ചേർത്താൽ മതി, ഒരിക്കലും ഫുള്ളായി നിറച്ചു കൊടുക്കരുത്. ഇനി ജസ്റ്റ് കുറേശ്ശെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും ഫുള്ളായിട്ടല്ല, ഒരു എന്താ പറയുക 3/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കുക, കാരണം അത് നന്നായിട്ട് ഇതിനെ എണ്ണയിൽ ഇങ്ങനെ വീർത്ത് വരണം. അപ്പോൾ നോക്കിയേ നല്ല ഒരു
ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ ഇതിനെ നമുക്കൊന്ന് ഇതേപോലെ ഒന്ന് മറിച്ചിടാം. എന്നിട്ട് അതിൻ്റെ മോൾഭാഗം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഇതിൻ്റെ കളറൊക്കെ മാറി ഇത് കുറച്ച് ഡാർക്കായിട്ടുള്ളൊരു ബ്രൗൺ കളറിൽ വരും. അതായത് ഭയങ്കര ഡാർക്ക് ആവരുത്, ഒരു ഏകദേശം നല്ലൊരു ഡാർക്ക് കളറാകുമ്പോൾ അതിനെ നമുക്ക് ഇതിൽ നിന്ന് എടുത്തു മാറ്റാം. അപ്പോൾ നോക്കിയാൽ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാതും നമുക്ക് ഇതിൽ നിന്നൊന്ന് കോരി മാറ്റിയെടുക്കാം. അങ്ങനെ ദേ നമ്മുടെ എല്ലാ ഉണ്ണിയപ്പവും നമ്മളിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു 10-20 എണ്ണം നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, അതിന് മുകളിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണേ. കറക്റ്റായിട്ട് ഞാൻ എണ്ണി ഉണ്ടായില്ല. നോക്കിയാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചക്ക ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചക്കയൊക്കെ തീരണേക്കാളും മുന്നേ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പം മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.